ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പി എസ് സി ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങളുണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഇനി വരുന്ന പി എസ് സി എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കും. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്ര പ്രതാപ് കമ്മീഷൻ ചെയ്തു. തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ്? സമുദ്ര പ്രതാപ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് HAL രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പുതുതലമുറ ഹെലികോപ്റ്ററാണ് ധ്രുവ് NG ഹെലികോപ്റ്റർ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് HAL രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പുതുതലമുറ ഹെലികോപ്റ്റർ ഏതാണ്? ധ്രുവ് NG ഹെലികോപ്റ്റർ. ഡെൽസി റോഡ്രിഗസ് വെനിസുലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. ഡെൽസി റോഡ്രിഗസ് വെനിസുലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അർദ്ധ ബാലിസ്റ്റിക് മിസൈലുകളായ 2 പ്രളയ മിസൈലുകൾ പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം DRDO ഒഡീഷ തീരത്ത് വിജയകരമായി പരീക്ഷിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അർദ്ധ ബാലിസ്റ്റിക് മിസൈലുകളായ 2 പ്രളയ മിസൈലുകൾ പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം DRDO ഒഡീഷ തീരത്ത് വിജയകരമായി പരീക്ഷിച്ചു. ഇന്ത്യയിൽ 5-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കപ്പലുകളുടെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പലാണ് INS വി കൗണ്ഡിന്യ. ഇന്ത്യയിൽ 5-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കപ്പലുകളുടെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പലാണ് INS വി കൗണ്ഡിന്യ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൗമൻ സെന്നിനെ നിയമിച്ചു. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൗമൻ സെന്നിനെ നിയമിച്ചു. അപ്പോൾ കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെന്ന്. വ്യോമസേന ഉപമേധാവിയായി എയർ മാർഷൽ നാഗേഷ് കപൂർ നിയമിതനായി. വ്യോമസേന ഉപമേധാവി എയർ മാർഷൽ നാഗേഷ് കപൂർ. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി മലയാളിയായ രാജൻ ഗുരുക്കൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി മലയാളിയായ രാജൻ ഗുരുക്കൾ തിരഞ്ഞെടുക്കപ്പെട്ടു. RK അഗർവാൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായി. RK അഗർവാൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCIയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായി. അപ്പോൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആരാണ്? RK അഗർവാൾ. യൂറോപ്യൻ യൂണിയന്റെ ഏകീകൃത കറൻസിയായ യൂറോ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യമായി ബൾഗേറിയ. 2026 ജാനുവരി 1 മുതലാണ് ബൾഗേറിയ. ബൾഗേറിയയുടെ പഴയ കറൻസി ലെവ് ആണ്. ബൾഗേറിയയുടെ പഴയ കറൻസിയാണ് ലെവ്. അപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ഏകീകൃത കറൻസി യൂറോ
ഓർത്ത് വെച്ചോണം, യൂറോപ്യൻ യൂണിയൻ്റെ ഏകീകൃത കറൻസിയാണ് യൂറോ. ഈ യൂറോ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യമാണ് ബൾഗേറിയ. ബൾഗേറിയയുടെ പഴയ കറൻസി ലെവ് ആണ്. വെനിസുലൻ ഭരണാധികാരി നിക്കോളാസ് മഡുറോയെ പിടികൂടാനായി കാരക്കാസിൽ US നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ അബ്സൊല്യൂട്ട് റിസോൾവ്. വെനിസുലൻ ഭരണാധികാരി നിക്കോളാസ് മഡുറോയെ പിടികൂടാനായി കാരക്കാസിൽ US നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ അബ്സൊല്യൂട്ട് റിസോൾവ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യ. 2025 ചൈനയെ മറികടന്നാണ് ഇന്ത്യ ഒന്നാമതെത്തിയത്. അപ്പോൾ ഓർത്തു വെച്ചോണം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. 2025 ചൈനയെ മറികടന്ന് ഇന്ത്യ ഒന്നാമതെത്തിയത്. മുമ്പ് ചൈനയായിരുന്നു, ഇപ്പോൾ ഇന്ത്യയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സോൾ ലൈറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം കവി പ്രഭാവർമ്മയുടെ രൗദ്രസാത്വികം എന്ന കൃതിക്ക്. സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സോൾ ലൈറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം കവി പ്രഭാവർമ്മയുടെ രൗദ്രസാത്വികം എന്ന കൃതിക്കാണ്. പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം നടൻ ലാലു അലക്സിന്. പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം നടൻ ലാലു അലക്സിന്. TP മാധവൻ സ്മാരക പുരസ്കാരം ചലച്ചിത്ര പ്രതിഭകളായ മധുവിനും ജഗദീഷ് ശ്രീകുമാറിനും. TP മാധവൻ സ്മാരക പുരസ്കാരം ചലച്ചിത്ര പ്രതിഭകളായ മധുവിനും ജഗദീഷ് ശ്രീകുമാറിനും. വിലാസിനി നോവൽ പുരസ്കാരം സലിൻ മാങ്കുഴിയുടെ ആനന്ദലീല എന്ന കൃതിക്ക്. വിലാസിനി നോവൽ പുരസ്കാരം സലിൻ മാങ്കുഴിയുടെ ആനന്ദലീല എന്ന കൃതിക്ക്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം പ്രശസ്ത നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കറിന്. ഹരിവരാസനം പുരസ്കാരമൊക്കെ മിക്ക PSC പരീക്ഷകളിലും എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഓർത്ത് വെച്ചോണം, സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം പ്രശസ്ത നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കറിന്. ചുനക്കര രാമൻകുട്ടി പുരസ്കാരം ഡോക്ടർ റഷീദ് മഞ്ഞപ്പാറയ്ക്ക്. ചുനക്കര രാമൻകുട്ടി പുരസ്കാരം ഡോക്ടർ റഷീദ് മഞ്ഞപ്പാറയ്ക്ക്. 8ാമത് കാക്കനാടൻ പുരസ്കാരം കഥാകൃത്ത് വിനു എബ്രഹാമിന്. 8ാമത് കാക്കനാടൻ പുരസ്കാരം കഥാകൃത്ത് വിനു എബ്രഹാമിന്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം എഴുത്തുകാരി അരുന്ധതി റോയിക്ക്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം എഴുത്തുകാരി അരുന്ധതി റോയിക്ക്. മലയാളത്തിലെ ആദ്യ ചെറുകഥാകാരൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ സ്മരണാർത്ഥം നൽകി വരുന്ന കേസരി നായർ പുരസ്കാരം ഇത്തവണത്തെ ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്. ഓർത്തു വെച്ചോണം, മലയാളത്തിലെ ആദ്യ ചെറുകഥാകാരൻ ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. മലയാളത്തിലെ ആദ്യ ചെറുകഥാകാരൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ സ്മരണാർത്ഥം നൽകി വരുന്ന കേസരി നായർ പുരസ്കാരം ഇത്തവണത്തെ ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്. ഇത്തവണത്തെ സർഗപ്രഭ പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്. അതും കൂടെ ഓർത്ത് വെച്ചോണം, ഇത്തവണത്തെ സർഗപ്രഭ പുരസ്കാരവും ലഭിച്ചിരിക്കുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. ഭരത് മുരളി കൾച്ചറൽ സെന്ററിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നടൻ ജഗദീഷ് ശ്രീകുമാറിന്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെച്ചോണം, ഭരത് മുരളി കൾച്ചറൽ സെന്ററിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നടൻ ജഗദീഷ് ശ്രീകുമാറിന്. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ മകളും മുൻ പ്രസിഡന്റ് സിയാവുൾ റഹ്മാൻ്റെ പത്നിയും ബംഗ്ലാദേശിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയുമായിരുന്ന ബീഗം ഖാലിദ സിയ അന്തരിച്ചു.
ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ മകളും മുൻ പ്രസിഡന്റ് സിയാവുൾ റഹ്മാൻ്റെ പത്നിയും ബംഗ്ലാദേശിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയുമായിരുന്ന ബീഗം ഖാലിദാസിയ അന്തരിച്ചു. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് ആരാണ്? ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. അതുപോലെ ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ബീഗം ഖാലിദാസിയ. അവർ അന്തരിച്ചു കേട്ടോ. മുഖ്യമന്ത്രി മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും 1996 മുതൽ 2012 വരെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റുമായിരുന്ന സുരേഷ് കൽമാഡി അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും 1996 മുതൽ 2012 വരെ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായിരുന്ന സുരേഷ് കൽമാഡി അന്തരിച്ചു. വിഖ്യാത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ധനഞ്ജയ ഗാഡ്ഗിൽ അന്തരിച്ചു. വിഖ്യാത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ധനഞ്ജയ ഗാഡ്ഗിൽ അന്തരിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.